പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ PV അൻവറിന്റെ കോഴ ആരോപണത്തിൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിജിലൻസ്. PV അൻവറിന്റെ പ്രസംഗത്തിന് നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ടെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. 150 കോടിയുടെ കോഴ ആരോപണത്തിൽ വി ഡി സതീശനെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അൽ അമീൻ തോട്ടുമുക്കൊണ്ട് വിവരങ്ങളുമായി. അൽ അമീൻ, ഇപ്പോൾ വിജിലൻസ് എന്തൊക്കെയാണ് അറിയിക്കുന്നത്? നേരത്തെ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്ന ഒരു ആരോപണം മാത്രമാണെന്ന വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരമൊരു നിരീക്ഷണം തന്നെയാണ് ഇപ്പോൾ കോടതിയും ഉയർത്തുന്നത്. കാരണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയ ഹർജിക്കാരനോട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിനയാൾ തയ്യാറായിട്ടില്ല. കൂടുതൽ തെളിവുകളില്ല എന്നുള്ളതാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കോടതി നേരിയ തോതിൽ വിമർശനം ഈ ഹർജിക്കാരനെതിരെ ഉന്നയിച്ചിരുന്നു. തെളിവുകളില്ലാതെ എന്തടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നൊരു ചോദ്യമായിരുന്നു അന്ന് ചോദിച്ചത്. ഇന്നും കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായില്ല. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാകില്ല എന്നൊരു നിലപാട് വിജിലൻസും കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് ആരോപണമായി ഹർജിയായി കേസായി മാറിയത്. നിയമസഭയിലെ പ്രസംഗത്തിന് അതിൻ്റെതായി പ്രിവിലേജ് ഉള്ളത് കൊണ്ട് തന്നെ നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് കോടതിയെ വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കേസെടുക്കുന്നതിന് അനുമതി ആവശ്യമില്ല എന്നുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്ത് ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായിട്ടില്ല. ഏതായാലും ഈ സാഹചര്യത്തിൽ കേസ് 16-ാം തീയതി വിധി പറയാനായിട്ട് 6-ാം തീയതി വരുന്ന ശനിയാഴ്ച 6-ാം തീയതി കേസ് വിധി പറയുന്നതിനായി കോടതി മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, അൽ അമീൻ തോട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത്.